അലാഹ ഹോം നേഴ്സിങ്ങിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അമ്മമാർ തന്നെയുള്ള വർക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചേച്ചിമാർ പറയാറുണ്ട്. നമുക്ക് കുറച്ച് ദിവസമായിട്ട് അങ്ങനത്തെ ഒരു വർക്കുകളൊന്നും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെ അമ്മ തന്നെ ആയിട്ട് ഒരു വീട്ടിലുള്ള ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ വണ്ടി പോകുന്ന സമയത്ത് നമുക്ക് ഞാൻ ഇങ്ങനെ ഒരു ചേച്ചിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മളെ ചേച്ചിമാർ രാത്രി തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങനെ എല്ലാവരെയും പറയുമ്പോൾ ഞങ്ങളൊക്കെ അതിൽ പെടില്ലേന്ന്. അങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ എന്താ പറയുക, എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. സത്യസന്ധമായിട്ട് ജോലിക്ക് പോകുന്ന ഒരുപാട് ചേച്ചിമാർ ഇതിലുണ്ട്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. നമ്മളങ്ങനെ എല്ലാവരും ഒരേ കാറ്റഗറിയാണെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ പറയണമെന്ന് മാത്രം. എനിക്കിപ്പോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പറയണമെന്ന് മാത്രം. അതുമാത്രമല്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് കുറച്ചും കൂടി നമ്മുടെ നല്ല കാര്യങ്ങൾ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. നമുക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ എന്ന് മനസ്സിലാക്കേണ്ടവർ. കമൻ്റ് ഇടുന്ന എന്താ പറയുക, മോശമായിട്ട് കമൻ്റ് ഇടാൻ മാത്രം ഇരിക്കുന്ന ആൾക്കാരല്ല, ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അത് കാരണം കൊണ്ട് അങ്ങനെ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ തൃശ്ശൂർ തലൂർ ഭാഗത്ത് ഒരു അമ്മ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ നമുക്കൊരാളെ ആവശ്യമുണ്ട്. അവിടെ പ്രായമായിട്ടുള്ള ഒരു അമ്മയാണ് കേട്ടോ. ഒരു 70-75 വയസ്സോളം പ്രായമുണ്ട് അമ്മയ്ക്ക്. വയ്യായികയായിട്ടൊന്നുമില്ല, പക്ഷെ പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നടക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ, അമ്മ തന്നെ നടക്കുകയൊക്കെ ചെയ്തോളും. അപ്പോൾ അവിടേക്ക് നമുക്കൊരു ലേഡി സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട്. 21,000 രൂപയാണ് സാലറി കേട്ടോ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ചേച്ചിമാരോട് പരിഭവമൊന്നുമില്ല. ചേച്ചിമാരൊക്കെ നമ്മുടെ സ്വന്തം ചേച്ചിമാരാണ് കേട്ടോ. നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാർ മാത്രമല്ല, അനിയത്തിമാരും ഉണ്ട്. ഞാനിങ്ങനെ കോമൺ ആയിട്ട് പറയുമ്പോൾ ചേച്ചിമാരെന്ന് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് എല്ലാവരും പ്രായത്തിൽ മൂത്ത ആൾക്കാരായിട്ടൊന്നുമല്ല. ഞാൻ ഒരുവിധമൊക്കെ ഈ 50-55 വയസ്സൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ചേച്ചിമാരെന്ന് കോമൺ ആയിട്ട് അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാട്ടാ.